ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതിവരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി. നടി അപർണ വിടവാങ്ങി. മരണം ക്യാൻസർ ബാധയെ തുടർന്ന്. ആശുപത്രിയിൽ. നടി, അവതാരിക, അനൗൺസർ ഇനിയില്ല. കർണാടകയിലെ ഏത് മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ശബ്ദം അപർണയുടേതാണ്. പ്രിയങ്കരിയായ നടിയും മെട്രോയുടെ പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലെ സുപരിചിതമായ ശബ്ദവുമായ അപർണ വാസ്തരെ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. വ്യാഴാഴ്ച ശ്വാസകോശാർബുദത്തിന് കീഴടങ്ങുകയായിരുന്നു. ഭർത്താവാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത്. മരണസമയത്ത് അപർണ ക്യാൻസറിന്റെ 4ാം ഘട്ടത്തിലായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. അഭിനേത്രിയായാണ് അപർണ തന്റെ ജീവിതം ആരംഭിച്ചത്. 1984 ജയന്തിയും അംബരീഷും ഉൾപ്പെടെയുള്ള മികച്ച താരനിരയെ അവതരിപ്പിച്ച പുട്ടണ്ണ കനകലിന്റെ അവസാന ചിത്രമായ മസനഡ ഹുവയാണ് അപർണയുടെ അരങ്ങേറ്റ ചിത്രം. തുടർന്ന് സംഗ്രാമ, നമ്മൂര രാജ, സാഹസവീര, മാതൃവാത്സല്യ, ഒളവിന അസരെ, ഇൻസ്പെക്ടർ വിക്രം, ഒണ്ടാഗി ബാലു, ഡോക്ടർ തുടങ്ങിയ വ്യത്യസ്തമായ കന്നഡ ചിത്രങ്ങളിൽ അഭിനയിച്ചു. കൃഷ്ണൻ, മൂടലമനെ, മുക്ത തുടങ്ങിയ ഹിറ്റ് TV ഷോകളുടെ ഭാഗമാകാനും അപർണയ്ക്ക് കഴിഞ്ഞു. 1990 DD ചന്ദനയിൽ ടെലിവിഷൻ അവതാരകയായതോടെ ആരാധകരുടെ പ്രിയങ്കരിയായി. അത് കഴിഞ്ഞ് 1993 ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രവേശിച്ചു. AIR FM റെയിൻബോയുടെ അവതാരകയായി തിളങ്ങിയതോടെ ആ ശബ്ദവും ചലനാത്മകമായ അവതരണ വൈദഗ്ധ്യവും അപർണയെ ബാംഗ്ലൂർ മെട്രോ പ്രഖ്യാപനങ്ങളുടെ ശബ്ദമായി മാറാൻ സഹായിച്ചു. 2013 ETV കന്നഡയിലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലും മജ ടാക്കീസ് എന്ന കോമഡി പരമ്പരയിലെ വരലക്ഷ്മിയും അപർണയെ അത്യുന്നതങ്ങളിലെത്തിച്ചു. കന്നഡ എഴുത്തുകാരനും വാസ്തുശില്പിയുമായ നാഗരാജ് വാസ്ത്രയാണ് ഭർത്താവ്. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക.